കുറെ വികലമായ ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നുണ്ടാവും. അതിന്റെ മുമ്പ് വിവേകാനന്ദജി പറഞ്ഞ വാക്കുകൾ എല്ലാവരും എടുത്തു പറയാറുണ്ട്. നോക്കൂ, മതങ്ങളുടെ മാതാവായ ഹിന്ദുധർമ്മത്തിന്റെ പേരിൽ ഞാൻ നമസ്കരിക്കുന്നു എന്ന് ആ ഒരൊറ്റ സെന്റൻസിന്റെ മുകളിൽ ലോകം മുഴുവൻ നോക്കി കണ്ടു നമ്മുടെ ഭാരതത്തെ. ഈ ഭാരതത്തിന്റെ സംസ്കാരം, ഈ അഭൗമ സൗരഭ്യത്തിന്റെ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. എന്തായിരിക്കും ഭാരതത്തെ മാതിരിയായി കാണുന്ന എല്ലാവരും ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുന്നത് എന്തായിരിക്കും ചിന്തിക്കുകയും മറ്റുള്ളവരെ കുറച്ച് കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്ന, ഉണ്ടായിട്ട് വേണ്ട എന്ന് വെച്ചവരായ സന്യാസി ശ്രേഷ്ഠന്മാരുടെ നാടാണിത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. നോക്കൂ, ഇത്രയും സന്യാസി ശ്രേഷ്ഠന്മാർ ഇവിടെ ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? അല്ലെങ്കിൽ ഭാരതത്തെ ഒന്നിച്ചു നിർത്തുന്ന ഘടകം എന്തായിരിക്കും? ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം. നോക്കൂ, വാസ്തവത്തില് ഒരു ജനതയെ ഒന്നിച്ചു നിർത്തുന്ന 3-4 കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. അതിൽ പ്രധാന വളരെ ദൂരത്തു നിന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഭക്ഷണത്തിന്റെ സമയമാണ്. വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാം വേണം, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. 7 പ്രാവശ്യം 8 പ്രാവശ്യം കഴിക്കാം. കാരണം ഭക്ഷണം വേണ്ടുവോളമുണ്ട്. എല്ലാവരും ഏതാവന്തശ്ച ഭൂയാഗുംസശ്ച ദിശോ രുദ്രാപിതസ്ഥിരേ തേഷാഗും സഹസ്രയോജനേ വധന്വാനി തന്മസി നമോ രുദ്രേഭ്യോ യേ പൃഥിവ്യാം യേന്തരിക്ഷേ യേ ദിവ്യേഷാമന്നം വാതോ വർഷമിഷവസ്തേഭ്യോ 10 പ്രാചീർദശ ദക്ഷിണാ 10 പ്രതീചീർദശോദീചീർദശോർധ്വാസ്തേഭ്യോ നമസ്തേ നോ മൃഡയന്തു തേ യന്വിഷ്മോ യശ്ച നോ ദ്വേഷ്ടിതം വോജംഭേ ദധാമി. ഓം അഗ്നാ വിഷ്ണു സജോഷസേ മാ വർദ്ധന്തു വാംഗിരഃ യുമ്നൈർവാജേഭിരാഗതം വാജശ്ച മേ പ്രസവശ്ച മേ പ്രയതിശ്ച മേ പ്രസിതിശ്ച മേ ധീതിശ്ച മേ ക്രതുശ്ച മേ സ്വരശ്ച മേ ശ്ലോകശ്ച മേ ശ്രാവശ്ച മേ ശ്രുതിശ്ച മേ ജ്യോതിശ്ച മേ സുവശ്ച മേ പ്രാണശ്ച മേ പാനശ്ച മേ വ്യാനശ്ച മേ സുശ്ച മേ ചിത്തം ച ആധീതം ച മേ വാക്ച മേ മനശ്ച മേ ചക്ഷുശ്ച മേ ശ്രോത്ര मे दक्षश्च मे बलञ्च ओजश्च मे सहश्च आयुश्च मे जरा च आत्मा च मे तनूश्च मे शर्म च मे वर्म च मेऽङ्गानि च मे स्थानि च मे परूगुंषि च मे शरीराणि च मे जैष्ठ्यं च आधिपत्यं च मे मन्युश्च मे भामश्च मे मश्च मेऽम्भश्च मे जेमा च मे महिमा च मे वरिमा च मे प्रथिमा च मे वर्ष्मा च मे द्राघुया च मे वृद्धं च मे वृद्धिश्च मे सत्यं च मे श्रद्धा च मे जगच्च मे धनं च मे वशश्च मे त्विषिश्च मे क्रीडा च मे मोदश्च मे जातं च मे जनिष्यमाणं च मे सूक्तं च मे ിൽ
ബഹുമാന്യരായ പ്രിയ ഭക്തജനങ്ങൾ, ഇന്ത്യൻ സിവിൽ കോഡ് ലോ ഉണ്ടാക്കിയിട്ടുള്ളത് വക്കീലന്മാര് പറയുന്ന നുണകളൊക്കെ അതൊക്കെ ഇത് നോക്കിയിട്ട് ന്യായാധിപൻ ന്യായം വിധിക്കുന്നത് ഈ ശാസ്ത്രം നോക്കിയിട്ടാണ്. ഇതിനെയാണ് ഉപാംഗങ്ങൾ എന്ന് പറയുക. ന്യായശാസ്ത്രം, മീമാംസാശാസ്ത്രം, ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസ പുരാണങ്ങൾ. ന്യായം, മീമാംസ, ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസ പുരാണങ്ങൾ. ഇത്രയുമാണ് 18 തത്വങ്ങൾ. എല്ലാ ശാസ്ത്രങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായോ? താൻ പരാതി തിന്നാൽ എവിടേക്ക് തുപ്പണം എന്ന് വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ്? വെറ്റില തിന്നാൽ എവിടേക്ക് തുപ്പണം എന്ന് വരെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എത്ര നേരം ഊണ് കഴിക്കണം അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എവിടേക്ക് തല വെച്ച് കിടക്കണം അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. മൂത്രം ഒഴിക്കുമ്പോൾ എങ്ങനെ ഒഴിക്കണം അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? ഇത്രയ്ക്ക് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ലോകത്തിലെ എല്ലാ മാനവികർക്കും ഉള്ളതാണ് ഈ 18 തത്വങ്ങള്. ഇനി ഈ നമ്മുടെ സനാതന ധർമ്മം എല്ലാവരും പറയാറുണ്ട്, ഹിന്ദുക്കൾക്ക് ഒരു ഗുരുവില്ല, ഞങ്ങൾക്ക് മുഹമ്മദ് നബി തിരുമേനിയുണ്ട്, ഞങ്ങൾക്ക് കർത്താവായ യേശുദേവനുണ്ട്. വേറെ ചിലർ പറയും ഞങ്ങൾക്ക് ബൗദ്ധ ഭഗവാനുണ്ട്, വേറെ ചിലർ പറയും ഞങ്ങൾക്ക് ജൈന ഭഗവാനുണ്ട്. നിങ്ങൾക്ക് ആരാ ഉള്ളതെന്ന് ചോദിച്ചാൽ ഹിന്ദു എന്ത് പറയും? നമുക്ക് ആകെ ഒരു നമ്പൂരിയുടെ പേരെ അറിയൂ, അയാളിപ്പോ ജീവിച്ചിരിപ്പില്ലേ? പാവം, അയാൾ ഉണ്ടാക്കിയതിന് തലകീഴായിട്ട് അപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉൾട്ടാ ചിലറ. സനാതനധർമ്മം എന്ന് പറയുന്ന ഹിന്ദു ധർമ്മത്തിന് അടിസ്ഥാനമായിട്ടൊരു ഗുരു ഉണ്ട്, ഇല്ലയെന്ന് ആരും പറയരുത്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നമ്മള് കർക്കിടക മാസം വരുന്നതിന് മുൻപ് ഒരു വെളുത്ത വാവിനെ ആചരിക്കുന്നത്. അതിനെയാണ് വ്യാസ പൗർണമി അല്ലെങ്കിൽ ഗുരു പൂർണിമ എന്ന് പറയുക. അടിസ്ഥാനമായ ഗുരു സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗുരു വേദവ്യാസനാണ്. മെക്കയുടെ ഫോട്ടോ ഇല്ലാത്ത ഒരു ഇസ്ലാം വീടുണ്ടോ? ഇല്ല. യേശുവിന്റെ പടമില്ലാത്ത ഒരു ക്രിസ്ത്യൻ വീടിന്റെ അടിസ്ഥാന ഗുരു വേദവ്യാസ ഭഗവാൻ ഓടി നടന്ന് പ്രവർത്തിക്കാൻ ശക്തിയുള്ള ആളായിരുന്നില്ല. അദ്ദേഹം തന്റെ തപസ്സിന്റെ